ഈ പിന്നെ ഇത് കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയും. സ്ക്രീനും കർസറും കാണുന്നില്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ പറഞ്ഞു. ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട്. അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ വേരിയബിൾസ് QI, PI ആർ നമുക്ക് അറിയുന്നതാണ്. ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ആണ്. PI ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് DH ബൈ DQI ആൻഡ് QI ഡോട്ട് ഇസ് ഈക്വൽ ടു DH ബൈ DPI. ഇത് നമ്മുടെ ഓൾഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ അതിലെ കോർഡിനേറ്റ്സ് QI ആൻഡ് PI. If we make canonical transformations from QI, PI to new set of variables capital QI, PI, then new Hamiltonian equations will be same. നമുക്കറിയാം canonical transformation ആണെങ്കിൽ Hamilton's equations of motion nature will not change. അല്ലെങ്കിൽ same equations are valid for new set of coordinates also. അപ്പോൾ പി അതിൽ ക്യാപിറ്റൽ PI ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് DH പ്രൈം ബൈ DQI. അപ്പോൾ എച്ച് പോയിട്ട് ഹാമിൽട്ടോണിയൻ മാറിയിട്ട് H പ്രൈം ആയി മാറും. ആൻഡ് മൈനസ് DH പ്രൈം ബൈ DQI ആൻഡ് QI ഡോട്ട് ഇസ് ഈക്വൽ ടു DH പ്രൈം ബൈ DQI. ഇഫ് നമ്മൾ ഇപ്പോൾ പുതിയ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു, ഓൾഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് നിന്ന് ന്യൂ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ PI ക്യാപിറ്റൽ PI QI എന്നുള്ള സെറ്റിലേക്ക് QI PI എന്നുള്ള സെറ്റിലേക്ക് മാറുമ്പോൾ അവിടുത്തെ H പ്രൈം ഹാമിൽട്ടോണിയൻ 0 ആവുന്ന വിധത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ PI QI എന്നുള്ള ക്യാപിറ്റൽ QI PI എന്നുള്ള ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ ഹാമിൽട്ടോണിയൻ 0 ആവുന്ന വിധത്തിലുള്ള ഒരു ന്യൂ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് അതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം വിൽ ബി വെരി സിമ്പിൾ. അപ്പോൾ ഫ്രം 1 and 2 വി ഹാവ് ഇതിൽ നിന്ന് PI ഡോട്ട് ക്യാപിറ്റൽ PI ഡോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് H ഇസ് ഈക്വൽ ടു 0. അതുപോലെ QI ഡോട്ട് ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് H പ്രൈം ഈക്വൽ ടു 0. അപ്പോൾ PI ആൻഡ് QI ആർ കോൺസ്റ്റൻസ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ആസ് PI ഡോട്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് QI ഡോട്ട് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, PI ഇസ് ഈക്വൽ ടു അതിന് ഈസ് എ കോൺസ്റ്റൻറ്റ്. PI ഡോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ PI ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിന് നമ്മൾ ആൽഫ I എന്ന് എഴുതി. QI is equal to is a constant DI in area. New and old Hamiltonian functions are related by H prime is equal to H plus DF by DT. ഇത് നമ്മൾ അന്ന് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പോൾ 4 ടൈപ്പ് ഓഫ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ F1, F2, F3, F4 4 കേസിലും H prime is equal to H plus DF by DT ആണ് കിട്ടുക. നമ്മളന്ന് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ എഴുതിയിരുന്നു. അപ്പോൾ ഇത് F1 ആയാലും F2 ആയാലും F3 ആയാലും F4 ആയാലും ഈ ഇക്വേഷൻ ഈസ് വാലിഡ്. വേർ F ഈസ് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇതിലെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ 4 ടൈപ്പ് ഓഫ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ H പ്രൈം ഈസ് ഈക്വൽ ടു 0 വരുന്ന വിധത്തിലുള്ള ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ H പ്രൈം ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ H ഈസ് ഈക്വൽ H പ്രൈം ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു H പ്ലസ് DF ബൈ DT. ഇതിൽ ഈ എഫ് ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് us take F is equal to നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് F is a function of QI, capital PI and T. ഇത് ഓൾഡ് കോർഡിനേറ്റ്, ന്യൂ മൊമെൻറ്റം ആൻഡ് T. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ അതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ PI is equal to ഇതാണ് ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടുന്ന കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്. PI is equal to small PI is equal to DF2 by DQI and capital QI is equal to DF2 by DTI. ഇവിടുത്തെ വേരിയബിൾസ് സ്മോൾ QI, ക്യാപിറ്റൽ PI ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റോ ന്യൂ കോർഡിനേറ്റ്സും ഇന്ന് കിട്ടും. ഇത് രണ്ടും പോസിറ്റീവാണ്. ഈ ഇക്വേഷൻ രണ്ടും പോസിറ്റീവാണ്. അതുകൊണ്ട് ഇതെടുക്കാം. വേറെ ഏതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ടേക്ക് F2. Both the canonical transformation equations give the positive sign in equations. Therefore, it is convenient. അപ്പോൾ നമ്മൾ H നമ്മുടെ ഇക്വേഷൻ മാറിയിട്ട് H plus DF by DT is equal to 0 എന്നുള്ള മാറിയിട്ട് H plus DF2 by DT is equal to 0 എന്നായി മാറും. അതിൽ H is a function of ഇങ്ങനെ അവർ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ QI, PI and T plus DF2 by DT is equal to 0. അതിൽ ഈ
ഇത് എച്ച് എന്ന് പറഞ്ഞാൽ പഴയ ഓൾഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് അല്ല. അപ്പൊ ക്യു ഐ സ്മോൾ പി ഐ ആൻഡ് ടി ആണ്. അപ്പൊ സ്മോൾ പി ഐ നമുക്കറിയാം df2/dqi. അത് എച്ച് ഈസ് ഈക്വൽ ടു ക്യു ഐ പി ഐയുടെ സ്ഥാനത്ത് df2/dqi t plus df2/dt is equal to 0. Now f2 is equal to, f2 is a function of qi, capital Pi and t. ഇതാണ് നമ്മുടെ സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ f2. അതിന്റെ ഫോം ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിസ് ഇതാണ് qi, capital Pi and t. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ df2/dt is equal to sigma I df2/dqi into qi dot plus df2/dpi into pi dot plus partial df2/dt. ഇതിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ്. അതിലെ വേരിയബിൾസ് qi, ക്യാപിറ്റൽ Pi and t ആണ്. അപ്പോൾ അതിനെ ഡെറിവേറ്റീവ് എടുക്കണം. qi എന്ന് പറഞ്ഞാൽ qi runs from 1 to n. അപ്പോൾ നമുക്ക് അതിലോട്ട് ഓരോ ടേമും വേണ്ടതുകൊണ്ട് സം ചെയ്യുന്നു, ഇവിടെയും സം ചെയ്യുന്നു. ആൻഡ് df2/dt. ബട്ട് df2/dqi is equal to pi, സ്മോൾ pi ആണ്. അപ്പോൾ ഈ സ്മോൾ പി ഐ ക്യാപിറ്റൽ പി ഐ നമ്മൾ തെറ്റരുത്. ഏത് ക്യു ഐ ആണെങ്കിൽ പി ഐ ആണ്. ആൻഡ് പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു 0. ഈ പി ഐ ഡോട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഐ ഡോട്ട്. ആൻഡ് df2/dt ഇസ് ഈക്വൽ ടു മൈനസ് എച്ച്. ഇത് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് df2/dt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ df2/dt ഇസ് ഈക്വൽ ടു df2/dt ഇതിൽ ഈ പി ഐ ഡോട്ട് ഈക്വൽ ടു 0 ആവും. കാരണം നമ്മൾ പുതിയ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ പി ഐ ഡോട്ടും ക്യു ഐ ഡോട്ടും 0 ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. പി ഐ ഡോട്ട്, ക്യാപിറ്റൽ പി ഐ ഡോട്ട് ആൻഡ് ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് 0. അതിന് നമ്മൾ പി ഐ ഡോട്ടിനെ ആൽഫ ഐ എന്ന് എഴുതി. അപ്പോൾ df2/dt is equal to, ഓക്കെ ഏതാ ഇവിടെ ഇതെന്ന് എഴുതാം. df2/dt is equal to ഇത് പി ഐ sigma pi qi dot plus this term equal to 0 and f2 is equal to df2/dt is equal to minus h. അപ്പോൾ sigma I pi qi dot minus h. pi ഇത് നമ്മളെ ഡെഫിനിഷൻ ഓഫ് ഹാമിൽട്ടോണിയൻ നമുക്ക് കിട്ടിയതാണ്. ഇതാണ് h is equal to sigma I pi qi dot minus l എന്നായിരുന്നു നമ്മുടെ ഹാമിൽട്ടോണിയന്റെ ഡെഫിനിഷൻ. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ടു l എന്ന് കിട്ടും. അപ്പോൾ df2/dt is equal to l. ഇതിനെ ഇതാണ് നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ f2 ആണ്. അപ്പോൾ df2/dt is equal to l എന്ന് കിട്ടും. അപ്പോൾ f2 എന്താണ്? f2 is equal to integral l dt is equal to, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രൽ l dt ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആക്ഷൻ എന്ന് പറയുന്ന സാധനം. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ലീസ്റ്റ് ആക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ അവിടെ പറഞ്ഞത് ഡെൽറ്റ ഓഫ് എൽ ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് ആവുന്ന വിധത്തിലുള്ള പാത്താണ് സെലക്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പോൾ ഡെൽറ്റ ഓഫ് ഇന്റഗ്രൽ എൽ ഡി ടി ഈസ് ഈക്വൽ ടു 0 വരുന്ന പാത്താണ് സിസ്റ്റം ചൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ f2 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എൽ ഡി ടി, ഇതിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ f2ന് പകരം എസ് ആണ് വിളിക്കുക. എസ് is identified as the action of the system. അതിൽ S is the action of the system and is known as Hamilton's principal function in relation to Hamilton's variational principle. അപ്പോൾ ഈ ചില ടേംസ് ഓർക്കണം. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഇത് ചോദിച്ചാൽ എഴുതാൻ അറിയാം. വാട്ട് ഈസ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഇതാണ് എഴുതേണ്ടത്. Then f2 is equal to നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ ചെയ്തു. s2 is a function of qi, capital Pi and t. അത് അപ്പോൾ സെയിം അതിൻ്റെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, വേരിയബിൾ മാറിയിട്ടില്ല. f2നെ നമ്മൾ s ആക്ഷൻ എന്ന് വിളിക്കുന്നു. ആക്ഷൻ s qi, capital Pi and t. അതിൻ്റെ വേരിയബിൾസ് മാറുന്നു. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം h, നമ്മുടെ നേരത്തെ ഇക്വേഷൻ h qi പി ഐ ആൻഡ് ടി. ആ പി ഐയുടെ സ്ഥാനത്ത് നമുക്ക് വരാം ഇതിൽ df2/dqi ഇത് നമുക്ക് എഴുതാം. സ്മോൾ പി ഐ is equal to df2/dqi, ക്യാപിറ്റൽ ക്യു ഐ is equal to df2/dpi. അപ്പോൾ അതേപോലെ തന്നെ സ്മോൾ പി ഐ is equal to ds/dqi,
and capital Qi is equal to ds by dq. അപ്പോൾ ഇവിടെ നമുക്ക് ഹാമിൽട്ടോണിയൻ h is equal to h is a function of qi ds by dqi ഇത് p യുടെ സ്ഥാനത്ത് and t plus ds by dt is equal to 0. ഇത് ഇക്വേഷൻ നമ്പർ 40. ഇതാണ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ. ഈ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം എപ്പോഴും. h plus ds by dt is equal to 0 and ds by dqi is equal to pa. ഇത് നമ്മൾ നേരത്തെ എഴുതിയത് ds by dqi is equal to pa. Equation 40 is known as Hamilton-Jacobi equation, which is a first order partial differential equation with n plus 1 variables, n q1 q2 q3 up to n and time t. അങ്ങനെ n plus 1 variables ഉള്ള partial differential equation, first order partial differential equation ഇത് കിട്ടാം. ഇനി ഇതിന്റെ ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്? അപ്പോൾ h qi ds by dqi t plus ds by dt is equal to 0. ഇതാണ് നമ്മുടെ ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക s എന്നുള്ള ഫംഗ്ഷൻ ആണ് കിട്ടുക. s is equal to something എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുക. The solution of Hamilton-Jacobi equation is called Hamilton's principal function s. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ s ആണ്. If we integrate the above equation, the solution depends on ഇതില് ഇവിടെ n number of equations ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ടേം ഉണ്ട്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n plus 1 കോൺസ്റ്റൻസ് ഓഫ് ഇന്റഗ്രേഷൻ. ഇതിൽ നിന്ന് n number ഇതെന്ന് പറഞ്ഞു. അപ്പോൾ if we integrate the above equation, the solution s depends on all the coordinates qi and time and also involve n plus 1 independent constants of integration. അത് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 അപ് ടു ആൽഫ n plus 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുക സൊല്യൂഷൻ കിട്ടുക s is equal to s function of q1 q2 up to qn ആൽഫ 1 ആൽഫ 2 up to ആൽഫ n plus 1 and t. ഇതില് n plus 1 കോൺസ്റ്റൻസിന്റെ ഒരു കോൺസ്റ്റന്റ് മീൻസ് അത് വരിക ഈ ഡിഫറൻസിയേഷൻ ഈ ഇന്റഗ്രേഷന്റെ പാർട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ് ആണ് വരിക. അത് however out of n plus 1 constants of integration, one constant of integration is irrelevant to the solution of as if s is the solution of equation 14, then s plus alpha is a solution, also a solution. ഇതില് s എന്ന് പറയുന്നതില് അതിൽ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ മീൻസ് ഇതിന്റെ ഈ പാർട്ടിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അത് ഈ സൊല്യൂഷൻ എസിനെ ബാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് അതിൽ എഴുതാം s is a function of q1 q2 up to qn and alpha 1 alpha 2 up to alpha n of t. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടുക s എന്നുള്ള രീതിയിലാണ്. s is a function of q1 q2 up to qn alpha 1 alpha 2 up to alpha n and t. As equation 15 നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള pi is equal to ds by dqi and from രണ്ടാമത്തെ ഇക്വേഷൻ df qi is equal to df2 by dpi, ഇത് ക്യാപിറ്റൽ pi, ഈ f2ന്റെ സ്ഥാനത്ത് നമുക്ക് s എഴുതാം. and pi is equal to നമ്മൾ ആൽഫ i എന്ന് എഴുതും. അപ്പോൾ എന്തുണ്ടായിരുന്നു qi is equal to നമുക്കറിയാം qi dot is equal to നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു qi dot is equal to 0. അപ്പോൾ qi is equal to beta i എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ pi is equal to ആൽഫ i എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീറ്റ ഐ is equal to ds by d alpha by ഇതിൽ p ആണ് pi is equal to alpha i. അപ്പോൾ ds by d alpha i of the qi alpha i and t. അപ്പോൾ ബീറ്റ ഐ ഇങ്ങനെ എഴുതാം. Equation 18 gives qi in terms of alpha i, beta i and t. ഇത് നമുക്ക് പിന്നെ 18 എന്ന് പറഞ്ഞത് നമുക്ക് പിന്നെ qi എഴുതാൻ പറ്റും. ഇതിൽ qi മാത്രമേ വേരിയബിൾ ഉള്ളൂ, ബാക്കി ഇതൊക്കെ കോൺസ്റ്റൻസ് ഓഫ് മോഷൻ. അപ്പോൾ ആൽഫ ഐ ബീറ്റ ഐ ആൻഡ് ടി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് qi is equal to qi of alpha i, beta i and t. qi എന്ന് പറയുന്നത് ഓൾഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലെ കോർഡിനേറ്റ്സ് ആണ്.
On substituting 19 in 15, 19 in 15, we get pi in terms of alpha I pi. അപ്പോൾ ഇതില് നമുക്ക് ഇതേപോലെ തന്നെ ആൽഫ ഐ അത് സ്മോൾ പി ഐ ആയിരുന്നു, അടുത്ത് ക്യാപിറ്റൽ പി ഐ ഇക്വൽ ടു ഇതും കിട്ടും. അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൊല്യൂഷന്റെ കംപ്ലീറ്റ് പ്രോബ്ലം കിട്ടും. ഇതിലെ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതില് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷന്റെ ജനറൽ ഫോം ഇന്നലെ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയത്. ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷന്റെ ജനറൽ ഫോം നമുക്കറിയാം, ഇതാണ് എച്ച് വൈ ഡി എസ് ബൈ ഡി ക്യു ഐ പ്ലസ് ഡി എസ് ബൈ ഡി ടി. ഇതില് ഇതിന്റെ സൊല്യൂഷൻ എസ് ആണെന്ന് പറഞ്ഞു, Hamilton's principal function. If h is not an explicit function of type t, then Hamilton's equations of function equation becomes h is not an explicit function of type. അപ്പോൾ ഈ ടൈമിനെ നമുക്ക് എഴുതാം. അപ്പോൾ h function of h qi ds by dqi plus ds by dt is equal to 0 എന്നുള്ളത് വരും. If h is independent of type. Explicitly dependent. That the solution of equation 1 is given by the solution of equation s will a function, and the solution is equal to s avera. S is equal to s is equal to 2y alpha e and time t. For solving this equation, we use a method of separation of variables. ഇത് ഈ ടെക്നിക്ക് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ സൊല്യൂഷൻ എസ് എസ് എഫ് എസ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് കിട്ടുമ്പോൾ എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു ഐ ആൽഫ ഐ ആൻഡ് ടി ആണെങ്കിൽ അതിനെ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ്റെ സം ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇതിനെ എസ് ഫംഗ്ഷൻ ഓഫ് ക്യു ഐ ആൽഫ ഐ ആൻഡ് ടി can be written as a sum of w, which is a function of qi and alpha, either independent of time, plus f of t. This depends only on that. ഇങ്ങനെ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും എന്ന് അസ്യൂം ചെയ്യും. ഇതിവിടെയാണ് നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ള ഇത് തുടങ്ങുന്നത്. നമുക്ക് ഈ മൂന്ന് ഡിഫറെൻറ്റ് വേരിയബിൾസ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഓരോരോ വേരിയബിൾസിൻ്റെ ഇക്വേഷൻസ് ആക്കി മാറ്റി എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്യുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യൽ അത്ര എളുപ്പമല്ല. സോ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായാലും നമ്മൾ ഇവിടുത്തെ എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു ഐ ഡി എസ് ബൈ ഡി ക്യു ഐ ആയിരുന്നു. അതിൽ ഡി എസ് ബൈ ഡി ക്യു ഐ എന്ന് പറയുന്നതിൽ ഡി എസ് ബൈ ഡി ക്യു ഐ ക്യു ഐ ഇതിൽ ക്യു ഐ ഇല്ല എഫിൽ. അപ്പോൾ എസിനെ ഡി എസ് ബൈ ഡി ക്യു ഐ എടുത്തു കഴിഞ്ഞാൽ കിട്ടും ഡി ഡബ്ല്യു ബൈ ഡി ക്യു. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ക്യു. അതുപോലെ ഡി എസ് ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ടൈം ഇല്ല. അപ്പോൾ എന്തിനാവും ഇത് മാത്രം ഡി എഫ് ബൈ ഡി ടി. അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതാം എച്ച് ക്യു ഐ ഡി ഡബ്ല്യു ബൈ ഡി ക്യു ഐ. അപ്പോൾ ഡി ക്യു ഐ വേണം പ്ലസ് ഡി എഫ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഡി എഫ് ബൈ ഡി. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ എഴുതാം എച്ച് ഇതിൽ. അപ്പോൾ ക്യു ഐ ഉള്ളത് ടേം ഒക്കെ ഒരു സൈഡിലും ടൈം ഉള്ളത് മറ്റേ സൈഡിലേക്കും മാറ്റി എഴുതാം. ഡി എഫ് എച്ച് ഫംഗ്ഷൻ എച്ച് ഓഫ് ക്യു ഐ ഡി ഡബ്ല്യു ബൈ ഡി ക്യു ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എഫ് ബൈ ഡി എന്നുള്ള ഒരു ഇക്വേഷൻ. ഇതിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലെഫ്റ്റ് സൈഡ് ആൻഡ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. അപ്പോൾ എൽ എച്ച് എസിൽ ടൈം ഒഴികെ ബാക്കിയുള്ള കോർഡിനേറ്റ്സ് മാത്രം, റൈറ്റ് സൈഡിൽ ടൈം മാത്രം, ഇതിൽ ക്യു ഐ ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ എൽ എച്ച് എസും ആർ എച്ച് എസും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ആയാൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു ആൽഫ 1
and minus dt by df by dt is equal to alpha. രണ്ടും വേറെ ഒരു സെപ്പറേറ്റ് ഒരു സിംഗിൾ കോൺസ്റ്റന്റ് ഒരു സിംഗിൾ സെയിം കോൺസ്റ്റന്റിന് ഈക്വൽ ആയാൽ മാത്രമേ ഈ ഇക്വേഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ h a function of qy dw by dqy equal to minus df by dt is equal to alpha 1. അതാണ് നമ്മൾ എന്താണ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് ടൈം പാർട്ടിനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ കിട്ടിയ ഇക്വേഷൻ. അത് നമുക്ക് ഏതാണ്ട് ഡി എഫ് ബൈ ഡി ടി ഇതിൽ ഈ എഫ് എന്ന് പറയുന്ന സ്മോൾ എഫ് ആണ്. അത് നമ്മൾ എന്താണ് എസിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എസ് ഇസ് ഇക്വൽ ടു ഡബ്ല്യു പ്ലസ് എഫ് എന്ന് എഴുതിയാണ്. അപ്പൊ ഡി എഫ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു മൈനസ് ആൽഫ 1. ഇത് രണ്ട് ഇക്വേഷൻ ആണ്. ഇത് രണ്ടായിട്ട് വേറെ എഴുതാം. ഡി എഫ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു ആൽഫ 1 and h is equal to alpha 1. രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഡി എഫ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു ആൽഫ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്താൽ ഡി എഫ് ഇസ് ഇക്വൽ ടു മൈനസ് ആൽഫ 1 ഇൻറ്റു ടി പ്ലസ് എ കോൺസ്റ്റന്റ് ഉണ്ടാവും അതിനകത്ത്. അപ്പം ആ കോൺസ്റ്റന്റുകളൊക്കെ കൂടി ഒന്നിച്ച് പിന്നീട് ഇതാവും. അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു ഡബ്ല്യു ഓഫ് ക്യു ഐ ആൽഫ ഐ മൈനസ് ആൽഫ മൈനസ് എഫ് അല്ല പ്ലസ് എഫ് ഇസ് ഇക്വൽ ടു മൈനസ് ആൽഫ 1. അപ്പോൾ നമുക്ക് എസ് എന്നുള്ള ഫംഗ്ഷൻ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ ഡബ്ല്യുവിനെ പറയുന്ന ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ എസ് ഇസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ, ഡബ്ല്യു ഈസ് ക്യാരക്ടറിസ്റ്റിക്. എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ആൽഫ 1 ഇനി ഡി എസ് ബൈ ഡി ക്യു എ എന്താണ്? ഡി എസ് ബൈ ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യു. അപ്പോൾ നമുക്കറിയാം അതിൽ എസ് എന്താണ്? എസ് ഇസ് ഇക്വൽ ഡബ്ല്യു പ്ലസ് എഫ് ആണ്. അപ്പോൾ അതിൽ എഫ് പാർട്ടിൽ ക്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതാണ് ഡി എസ് ബൈ ഡി ക്യു ഇസ് ഡി ഡബ്ല്യു ബൈ ഡി ക്യു. അതുപോലെ ഡി എസ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു മൈനസ് ആൽഫ 1. ഇത് നമ്മൾ നേരത്തെ ഈക്വൽ ടു ഡി എഫ് ബൈ ഡി ടി ആകാം. ഈക്വൽ ടു സ്മോൾ ഡി എഫ് ബൈ. ഇനി എച്ച് ഓഫ് ക്യു വൈ രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് ഫസ്റ്റ് വൺ നമ്മൾ എഫ് വൺ ഡി എഫ് എഫ് ഇസ് ഇക്വൽ ടു ആൽഫ 1 ടി എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതിൽ ടൈം ഇല്ല, ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു വൈ ഡി ഡബ്ല്യു വൈ ഡി ഡബ്ല്യു ബൈ ഡി ക്യു വൈ ഇസ് ഈക്വൽ ടു ആൽഫ 1. ദിസ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാർമോണിക് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ. ഇതിൽ ടൈമിൻ്റെ പാർട്ടേ വരുന്നില്ല. ഇത് സെയിം മെത്തേഡാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചത്. അതിൽ ഹൈഡ്രജൻ ആറ്റം ഒക്കെ ചെയ്തപ്പോൾ അതിൽ ചെയ്തിരുന്ന ഒരു മെത്തേഡായിരുന്നു സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതിൽ ടൈം പാർട്ട് വേറെ ചെയ്തു, കഴിഞ്ഞിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതേപോലെയാണ് ഇതിലും അതെ. എച്ച് ഈക്വൽ ടു ആൽഫ 1 എന്നുള്ളത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു ഡബ്ല്യു ഈസ് ദി പ്രിൻസിപ്പൽ ഫംഗ്ഷൻ, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് ആൽഫ ഐ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആൽഫ ഐ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. അതിൽ വൺ കോൺസ്റ്റന്റ് ആൽഫ 1 എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തു. എച്ച് ഇസ് ഇക്വൽ ടു ആൽഫ 1 എന്നിട്ട് ഈസ് ദിസ്. അപ്പോൾ ഇതെന്താണ്? എച്ച് ഇസ് ഇക്വൽ ടു ആൽഫ 1 ഈസ് എ കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇതിൽ ഈക്വൽ ടു ദ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് എച്ച് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. H is equal to alpha 1 is equal to E, where E is the total energy of the system. അപ്പോൾ ഹാമിൽട്ടോണിയൻ എച്ച് ആണ്, നമുക്ക് ടോട്ടൽ എനർജിയാണ് നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആൽഫ 1 നമ്മൾ എഴുതിയിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനെ ടോട്ടൽ എനർജി ഇ എന്നുള്ള രൂപത്തിൽ എഴുതാം. എച്ച് ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ thus for conservative system Hamilton Jacobi equation can be written as H of Qi dW by dQi equal to E. ഇതാണ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ, ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. ഇതിനെ ഡബ്ല്യുവിനെ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞാൽ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്.
ഇനി നമുക്ക് അതിന് dw/dt is equal to sigma I dw/dqi into qi dot ഇതിന്റെ ഡെറിവേറ്റീവ് dw/d alpha I into alpha I dot, but alpha I the w എന്ന് പറയുന്നത് പിന്നെ w is a function of qi and alpha I. അപ്പോൾ dw/dqi into qi dot plus dw/d alpha I into alpha I dot. Alpha I dot എന്ന് പറഞ്ഞാൽ d alpha by dt ആണ്. ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മൊമെന്റത്തിന്റെ മൊമെന്റം ആണ്. മൊമെന്റം മീൻസ് എ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. കോൺസ്റ്റന്റ് ഓഫ് മോഷൻ എന്ന് വെച്ചാൽ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് പറയാം ആൽഫ ഐ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. പക്ഷേ അത് കോൺസ്റ്റന്റ് ആണ്, അതേ സമയത്ത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണ്, അതേ സമയത്ത് ഇറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് ടി അല്ലെങ്കിൽ സം അതർ വേരിയബിൾസ്. അപ്പോൾ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോൺസ്റ്റന്റ് എന്നല്ല അർത്ഥം, കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണ്. But alpha i's are constants of motion and alpha I dot is equal to 0. So dw/dt is equal to dw/dqi into qi dot. അല്ലെങ്കിൽ അതിനെ തന്നെ നമുക്ക് എഴുതാം എസ് എന്ന് എഴുതിയാലും മാറ്റമൊന്നും വരില്ല. അപ്പോൾ സിഗ്മ ഐ ds/dqi into qi dot. ബട്ട് ds/dqi എന്ന് പറഞ്ഞാൽ പി ഐ ആണ്, സോറി പി ഐ ഡോട്ട് ആണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് dw/dt is equal to നമുക്ക് എഴുതാം ഇവിടെ പി ഐ ക്യു ഐ ഡോട്ട് സിഗ്മ ഐ പി ഐ ക്യു ഐ ഡോട്ട്. പക്ഷേ dw/dt ഇന്റഗ്രൽ എടുത്താൽ ഇതിന്റെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു പി ഐ ക്യു ഡോട്ട് മൈനസ് എൽ. അപ്പോൾ പി ഐ ക്യു ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ടി പ്ലസ് വി ആണ് എച്ച്, ടി മൈനസ് വി ആണ് എൽ. അപ്പോൾ നമുക്ക് 2t എന്ന് എഴുതാം 2t. അപ്പോൾ w is equal to integral 2t dt. അതിനെ നമുക്ക് ആക്ഷൻ എന്ന് വിളിക്കാം. അതായത് w of qi alpha I represents action of the system. നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഇതിന്റെ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റഡ് ബൈ എഫ് എങ്ങനെ ഇരിക്കും. Consider canonical transformation in which new momenta pi capital P are all constants of motion alpha I. ഇതാണ് നമ്മൾ പറഞ്ഞത് h0 h prime is equal to 0 വരുന്ന വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പി ഐ ഡോട്ട് is equal to 0 ആയി, ആൽഫ ഈക്വൽ ടു പി ഐ is equal to alpha I. One particular alpha is a constant of motion h. അതിലത്തെ ഒരു ആൽഫ 1 ഉള്ള ഫസ്റ്റ് നമ്പർ is equal to h is equal to e നമ്മൾ എഴുതി. അപ്പോൾ h is equal to alpha I wherein there is a generating function for the transformation is f is equal to w of qi alpha I അല്ലെങ്കിൽ w of qi pi. അതിലെ ഈ പി ഐ എന്നുള്ള ക്യാപിറ്റൽ ആണ്. നമുക്കറിയാം F2 എന്നുള്ളതാണ് നമ്മൾ എടുത്തിരുന്നത്, F2 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് QI ആൻഡ് ക്യാപിറ്റൽ P. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാ QIന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PI ഈസ് ഈക്വൽ ടു dw/dqi ആൻഡ് PIക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് QI ഈസ് ഈക്വൽ ടു dw/dqi. സോ H ഈസ് ഈക്വൽ ടു H ഓഫ് QI dw/dqi ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് dw/dqi PIക്ക് dw/dqi എന്ന് എഴുതാം ഈക്വൽ ടു ആൽഫ 1 വിച്ച് ഈസ് സെയിം ആസ് ഇക്വേഷൻ നമ്പർ 4 നമ്മൾ നേരത്തെ ആദ്യം എഴുതി. H prime is equal to h plus df/dt is equal to h plus dw/dt. W is independent of time, so dw/dt is equal to 0. W എന്ന് പറഞ്ഞാൽ is a function of q, p and t ഇല്ല. അപ്പോൾ h prime is equal to h is equal to alpha 1. H prime is equal to h plus h equal to alpha 1. Thus, W generates a canonical transformation where all the new coordinates qi are cyclic, as h prime is equal to alpha is equal to p1, depending only one of the new momenta and does not depend on qi. ഒരു കോർഡിനേറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. qi pi are നമുക്കറിയാം എഴുതാം pi dot is equal to minus dh/dqi. h1 is a constant, h prime is a constant, so pi dot is equal to 0. Pi is equal to alpha I, and qi dot is equal to dh/dpi.
qi dot is equal to dh by dpi, and it is equal to dh prime by dpi is equal to h dh prime എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ആൽഫ ആണ്, ആൽഫ 1 ആണ്. dl1 അതുപോലെ pi എന്ന് പറയുന്നത് ഓരോ ആൽഫകളാണ്, ആൽഫ കോൺസ്റ്റൻസ്. d alpha 1 by d alpha k, ഇത് k is equal to 1 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആവും. k is equal to 0 ആണെങ്കിൽ ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആവും, equal to 0 ആവും. അപ്പോൾ q1 dot is equal to 1 for k is equal to 1, എന്നുവെച്ചാൽ or 0 is equal to for all other cases. ഫസ്റ്റ് k is equal to 1 ഉള്ള കേസിൽ മാത്രം ആ q1 മാത്രം വേരിയബിൾ ആവും, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആവും. അപ്പോൾ q1 dot is equal to 1 എഴുതാം, dqi by dt dq1 by dt is equal to 1 or q1 is equal to t plus beta 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം t plus beta 1 എന്ന് കിട്ടും. അതേ സമയത്ത് ഫോർ ഓൾ അതർ qis are equal to 0, qi is equal to beta I dw by dw by d alpha I. Thus, out of all new coordinates qi, q1 is the only one coordinate which is not a constant of motion. ഇതിൽ ഒരു കോർഡിനേറ്റ് മാത്രം, നമ്മളെ പുതിയ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ ഒരു കോർഡിനേറ്റ് മാത്രം ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ബാക്കി എല്ലാ കോർഡിനേറ്റ്സും ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ സൊല്യൂഷൻ, ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പിന്നെ let us consider a one-dimensional harmonic oscillator. Let q be the displacement caused by applied force F. നമുക്കറിയാം ഹുക്സ് ലോ, F is equal to minus q kq അല്ലെങ്കിൽ x ന്റെ സ്ഥാനത്ത് q, but F is equal to minus dv by dq. ഇത് നമുക്കറിയാം, where v is the potential. So potential is equal to v is equal to ഇതിൽ നിന്ന് നമുക്ക് half k square എഴുതാം, half k q square. Kinetic energy is equal to p square by 2m. പക്ഷെ നമുക്ക് അറിയണതാണ്, അത് ആ പഴയ ഇക്വേഷൻ തന്നെ നമ്മൾ ഇനി ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് h is equal to t plus v is equal to p square by 2m plus kq square by 2. അതിൽ p is equal to ds by dq, p is the momentum. അപ്പോൾ നമുക്കിതിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനാണ് pi is equal to ds by dqi എന്നുള്ള s is the principal function. അതിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ h is equal to half 1 by 2m ds by dq. ഇതിൽ ഒരു q ഉള്ളൂ, q1 q2 q3 ഇല്ല, ഒരു x മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ ഹാർമോണിക്. അപ്പോൾ ഒറ്റ കോർഡിനേറ്റും ഒറ്റ മൊമെന്റേ ഉള്ളൂ. h is equal to 1 by 2m ds by dq all square plus kq square by 2, where s is the Hamilton's principal function. Solution of Hamilton Jacobi equation is Hamilton-Jacobi equation for the system is h plus ds by dt is equal to 0. ഇതാണ് നമ്മുടെ Hamilton-Jacobi equation. h plus ds by dt is equal to 0. അതിൽ ഈ 9 and 8 ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 by 2m into ds by dq square plus half kx square plus ds by dt is equal to 0. ഇതിൽ നിന്ന് നമ്മൾ h is equal to ds by dt, h is equal to minus ds by. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ ഈ സൈഡിൽ കൊണ്ടുവന്നാൽ ഇത് ds by dt മൈനസ് ds by dt ആവും, അല്ല പ്ലസ് ds by dt ആവും. ഇതിനിവിടെ കൊണ്ടുവന്നാൽ ഇത് നമുക്ക് ഈ ഇക്വേഷനെ ഈ രൂപത്തിലെഴുതാം, എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ 9-ല് h പ്ലസ് ds by dt is equal to 0, അതിൽ എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ 1 by 2m into ds by dq all square plus half kq square plus ds by dt is equal to 0. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇറ്റ് ഈസ് ഓഫ് ദ ഫോം w plus s2. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിന് ഉപയോഗിക്കാൻ പോവാണ്. s is equal to w, നേരത്തെ നമ്മൾ ഉപയോഗിച്ച f എന്നുള്ളതിന് പകരം s2 എന്ന് എഴുതിയിട്ടുള്ളൂ. s is a separation of variables. S is a function as a sum of w of q and alpha
plus S2 of t. ഇതില് from 10 half ax square ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അതിൽ ds by dq യുടെ സ്ഥാനത്ത് നമ്മൾ dw by dq ആൻഡ് df by dt യുടെ സ്ഥാനത്ത് s2 by d. അപ്പോൾ ഇതിൽ ഇത് ടൈം ഇൻഡിപെൻഡന്റ് ആണ്, ഇത് മാത്രമേ ഉള്ളൂ ടൈം ഡിപെൻഡന്റ് എസിൽ. അപ്പോൾ നമുക്കതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിന്റെ രൂപത്തിൽ പിന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് ഇക്വേഷനായിട്ട് കിട്ടും, ഇത് രണ്ട് ഇക്വേഷനായിട്ട് കിട്ടും. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ഇക്വേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഈക്വൽ ടു എ കോമൺ കോൺസ്റ്റന്റ് ആൽഫ. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ആൽഫ ആൻഡ് ds2 by dt ഈക്വൽ ടു ആൽഫ. ds2 by dt ഈക്വൽ ടു ആൽഫ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഇതിന്റെ ഈക്വൽ ടു ആൽഫ. അതിൽ ds2 by dt ആൽഫ എന്നുള്ളതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ s2 is equal to minus alpha t plus c2, where c2 is a constant. ഇത് ടൈം പാർട്ട് നമുക്ക് കിട്ടും. ഇതിൽ dw by dq is equal to നമുക്ക് ഇതിനെ ഈ മാറ്റി എഴുതാം. അപ്പോൾ അതിന് ഇതിൽ dw by dq ഇവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ കൂടി dw by dq is equal to അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ w is equal to integral plus c1, ഇത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. അപ്പോൾ w is equal to ഇത് പ്ലസ് s2. അപ്പോൾ നമുക്ക് കിട്ടാം s is equal to നമ്മൾ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ s is equal to w plus t plus w plus s2 is equal to അതിൽ രണ്ടിലും ഓരോ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും. ആ രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് കമ്പൈൻ ചെയ്ത് സി ഒറ്റ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആക്കി മാറ്റി c1 plus c2 is equal to c. അപ്പോൾ നമുക്ക് s is equal to integral square root of 2m into alpha minus kq square into dq minus alpha t എന്നായി മാറും plus c. Since c has no effect on the transformation, we can drop c from the solution. അപ്പോൾ നമുക്ക് സിക്ക് എഫക്റ്റ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് സിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് s is equal to രൂപത്തിൽ എഴുതാം. s is equal to അതിനെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ds by d alpha എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതിന്റെ സൊല്യൂഷൻ അതൊന്ന് അൾജബ്രൈക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഇവിടെ സൊല്യൂഷൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടാം q is equal to Q0 in sin omega into beta plus t. അല്ലെങ്കിൽ ബീറ്റ ഇസ് എ കോൺസ്റ്റന്റ്. sin omega t പ്ലസ് നമുക്കറിയാം x is equal to x0 sin omega t അല്ലെങ്കിൽ x0 cos omega t ആയിരുന്നു ഹാർമോണിക് ഓസിലേഷന്റെ സൊല്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള വേറെ ഈ എന്താ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷനിൽ നമുക്ക് ഹാമിൽട്ടൺ ഇക്വേഷന്റെ ഹാർമോണിക് ഓസിലേറ്റർ സൊല്യൂഷൻ കിട്ടും. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് ഇനി അടുത്ത് ചെയ്യാനുള്ള ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഞാൻ അടുത്ത കോഴ്സ് എടുക്കാം. 10-20 അപ്പോൾ നമുക്ക് ഇതില്